ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബലാത്സംഗത്തിന് ഇരയായവർക്ക് 20 ആഴ്ചകൾക്ക് ശേഷവും ഗർഭചിത്രം അനുവദിക്കുന്ന വിധത്തിൽ നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. സംസ്ഥാനത്ത് നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പുറപ്പെട്ടു. കേരളത്തിൽ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വേനൽ മഴ മൂലം സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായതായി KSEB. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. മെയ് 4 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാവും എണ്ണുക. അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃത പ്രവേശനം തടയുന്നതിന് QR കോഡ് സംവിധാനം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിങ്കളാഴ്ച വോട്ടെണ്ണൽ നടക്കുന്ന എല്ലായിടങ്ങളിലും ഇത് ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തിങ്കളാഴ്ച വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നവർക്കായി 3 തലങ്ങളിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ആദ്യ 2 തലങ്ങളിലും ഉദ്യോഗസ്ഥർ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചാവും പ്രവേശനം അനുവദിക്കുക. 3ാം ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്ത ശേഷം മാത്രമേ പ്രവേശിക്കാൻ സാധിക്കൂ. റിട്ടേണിംഗ് ഓഫീസർ അടക്കം എല്ലാവർക്കും ഇത് ബാധകമായിരിക്കും. മാധ്യമപ്രവർത്തകർക്ക് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം സജ്ജീകരിച്ചിട്ടുള്ള മീഡിയ സെന്ററുകളിലേക്ക് പ്രവേശനം അനുവദിക്കും. ഇതിനായി പ്രത്യേകം നൽകുന്ന അനുമതി പത്രത്തിന്റെ അടിസ്ഥാനത്തിലാവും പ്രവേശനം. ബലാത്സംഗത്തിന് ഇരയായവർക്ക് 20 ആഴ്ചകൾക്ക് ശേഷവും ഗർഭചിത്രം അനുവദിക്കുന്ന വിധത്തിൽ നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. ബലാത്സംഗത്തിന് ഇരയായ 15 വയസ്സുകാരിയുടെ 30 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്ന എയിംസിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. അതിക്രമണത്തിന് ഇരയായ വ്യക്തി പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നും ഗർഭചിത്രം അനുവദിക്കാതിരുന്നാൽ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന പ്രത്യാഘാതങ്ങൾ അതുമൂലം ഉണ്ടാകുമെന്നും കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗത്തെ തുടർന്നുള്ള ഗർഭചിത്രത്തിൽ കർശന സമയപരിധി ഏർപ്പെടുത്താനാവില്ലെന്നും നിയമങ്ങൾ കാലത്തിനൊത്ത് മാറണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. അമ്മയ്ക്ക് സ്ഥിരമായ വൈകല്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ഗർഭചിത്രം അനുവദിക്കാവുന്നതാണെന്നും അന്തിമ തീരുമാനം ആ വ്യക്തിയാണ് എടുക്കേണ്ടതെന്നും കോടതി പറഞ്ഞു. ബുദ്ധപൂർണിമയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസകൾ നേർന്നു. ശ്രീബുദ്ധന്റെ സന്ദേശങ്ങൾ മനുഷ്യരാശിക്ക് എന്നും വഴികാട്ടിയാകുമെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് വളലഭ്യത പൂർണ്ണതോതിൽ ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളം LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും ഗാർഹിക LPG വിതരണം പൂർണ്ണമായും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. ഓൺലൈൻ ഗെയിമിംഗ് ചട്ടങ്ങൾ 2026 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിന്റെ സുരക്ഷിതത്വം ലക്ഷ്യമിടുന്ന ചട്ടങ്ങൾ നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഗെയിമിംഗ് മേഖലയ്ക്ക് പ്രോത്സാഹനം പകരുന്നതും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്ത് ഇന്നലെ പരിമിതമായ വൈദ്യുതി നിയന്ത്രണം മാത്രമാണ് വേണ്ടിവന്നതെന്ന് KSEB. വേനൽ മഴ മൂലം വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ജലവൈദ്യുതി ദൂർത്തടിച്ചതിനാലാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായതെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും KSEB വ്യക്തമാക്കി. കാര്യക്ഷമമായ ആസൂത്രണമാണ് ജല മാനേജ്മെന്റ് സംബന്ധിച്ച് KSEB നടത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം കെടുത്തുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ പകൽ താപനില ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ തോട്ടം മേഖലയുൾപ്പെടെ എല്ലാ തൊഴിൽ മേഖലകളിലും ജോലി സമയം ക്രമീകരിച്ച് ലേബർ കമ്മീഷൻ ഉത്തരവിട്ടു. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടിയിൽ കൂടുതൽ ഉയരമുള്ള തോട്ടങ്ങളിൽ സൂര്യാഘാത സാധ്യതയുള്ളതിനാൽ പകൽ തൊഴിൽ സമയ ക്രമീകരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് തോട്ടം മേഖലയിൽ ഉൾപ്പെടെ ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ പകൽ 10 മുതൽ 3 മണിവരെയുള്ള സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇടുക്കി, തൊടുപുഴ മേഖലയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി. സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക് ഫൊറോന പള്ളിയിലും വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഫെറോന പള്ളിയുടെ പഴയ കെട്ടിടവും സമീപ ഗോഡൌണായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയുമാണ് ശക്തമായ കാറ്റിൽ തകർന്നു വീണത്. ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ മുഴുവൻ സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇതിനു പുറമെ മണക്കാട് വില്ലേജ് ഓഫീസിന് സമീപം റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം ഗ്രാമീണ നഗരമേഖലകളിലുണ്ടായ അതിശക്തമായ ഇടിവെട്ടൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. തൊടുപുഴ നഗരത്തിലടക്കം 3 മണിക്കൂറിലേറെ വൈദ്യുതി മുടങ്ങിയിരുന്നു. സമീപത്തെ പല ഗ്രാമങ്ങളിലും വൈദ്യുതി ഇതുവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പുറപ്പെട്ടു. 430 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. 20 സർവീസുകളാണ് കൊച്ചിയിൽ നിന്നുള്ളത്. കൊച്ചി, കണ്ണൂർ, കോഴിക്കോട് എന്നീ 3 ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമായി 13,194 പേരാണ് സംസ്ഥാനത്ത് നിന്നും ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനായി യാത്ര തിരിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം നിലയം സ്വാതി തിരുനാൾ സംഗീത ഉത്സവത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംഗീതാർച്ചന നാളെ തിരുവനന്തപുരത്ത് നടക്കും. കോട്ടയ്ക്കകം ലെവി ഹാളിൽ നാളെ രാവിലെ 9 മണിക്ക് ഭദ്രദീപം തെളിയിച്ച ശേഷം മരുത്തൂർ വട്ടം ബാബുവും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികളോടെയാവും തുടക്കം. പ്രവേശനം സൗജന്യമാണ്. സംഗീതാർച്ചന കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ തത്സമയം പ്രക്ഷേപണം ചെയ്യും. തൃശൂരിൽ പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരൻ അനോഷ് സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടു. കൊടകര സ്വദേശികളായ സിൽജോ ജോൾസി ദമ്പതികളുടെ മകനാണ് അനോഷ്. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന അനോഷിനും സഹോദരൻ അൽജോയ്ക്കും ഈ മാസം 18-നാണ് പാമ്പുകടിയേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ സഹോദരൻ അൽജോ മരിക്കുകയായിരുന്നു. കുട്ടികളിൽ ഉയർന്ന നിലവാരത്തിനുള്ള ചലച്ചിത്രാസ്വാദനശീലം വളർത്തുന്നതിനായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മെയ് മാസത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. ചലച്ചിത്രാസ്വാദനം ക്ലാസുകളും അഭിനയ പരിശീലന ക്ലാസിക് ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കുന്ന ക്യാമ്പിൽ 8, 9, 10 ക്ലാസുകളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം. ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും. അപേക്ഷകൾ മെയ് 11 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരു 14-ാം ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺസ് എന്ന നിലയിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്യുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ വനിതാ സ്വയം സഹായ സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിനായി SHG സേവിംഗ് അക്കൗണ്ട് സേവനത്തിന് തുടക്കമിട്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബലാത്സംഗത്തിന് ഇരയായവർക്ക് 20 ആഴ്ചകൾക്ക് ശേഷവും ഗർഭചിത്രം അനുവദിക്കുന്ന വിധത്തിൽ നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. സംസ്ഥാനത്ത് നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പുറപ്പെട്ടു. കേരളത്തിൽ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വേനൽ മഴ മൂലം സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായതായി KSEB. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.